അള്ളാന്റെ റസൂലേ ഹന്തക്ക് ഇങ്ങനെ കുയിക്കാണേ. ഇരുന്നോ മോളെ. ഹന്തക്ക് ഇങ്ങനെ കുയിക്കാണ്, കടങ്ങി ഇങ്ങനെ കുയിക്കാണ്. ഇല്ല, ഹന്തക്ക് ഇങ്ങനെ കുയിക്കുന്ന സമയത്ത് അവിടുത്തെ ശബ്ദം ഇടറുന്നതായി കേട്ട് മഹാനായ തൽഹ റളിയല്ലാഹു അൻഹു വല്ലവര് ഓടി വീട്ടിലേക്ക് ഓടി. ഭാര്യരികിലേക്ക് ചെന്നുകൊണ്ട്, പെണ്ണേ റുമൈസ, അള്ളാന്റെ റസൂലിന്റെ ശബ്ദം ഇടറിയിട്ടുണ്ട് പെണ്ണെ, അവിടെ നിന്ന് വിശക്കുന്നുണ്ട് തോന്നുന്നു പെണ്ണെ, എന്തെങ്കിലും കൊടുക്കണം തന്നെ. നോക്കുമ്പോൾ 2 റൊട്ടി കഷ്ണം അല്പം വെണ്ണ ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് അനസ് റളിയല്ലാഹു കയ്യിൽ കൊടുത്തുകൊണ്ട് അനസ് ഇത് അള്ളാന്റെ റസൂലിന് കൊണ്ടു കൊടുക്കും. ഞാൻ തന്നതാണെന്ന് പറഞ്ഞ മനസ്സിലായി. അള്ളാന്റെ റസൂലിന് കൊണ്ടു കൊടുക്കുമ്പോൾ അവിടെ 300ഓളം പേര് സഹാബത്ത് ജോലി. ആ 300 പേർക്കും ഇത് ഓരോ 10 വീതം ആളുകൾക്കും ഇത് വീതിച്ചു കൊടുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മുത്തുനബി സുജൂദിലായി കഴിഞ്ഞ സ്ഥലം, ഇതോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന സ്ഥലമാണ് എന്ന് മാത്രമല്ല അള്ളാന്റെ റസൂൽ ഏകാന്തമായി കഴിഞ്ഞ സ്ഥലമാണ്. ഈ മലക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ സഹാബിയായ കഅബ് റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാത്തത് കാരണം അള്ളാഹിൻ്റെ ഹബീബ് മിണ്ടിയ തന്നെ ഇല്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂൽ ഉള്ള ഭാഗത്തൊക്കെ കഅബ് ഇങ്ങനെ പോയി നിൽക്കും റളിയല്ലാഹു അൻഹു. മുത്തുനബി മുഖം തിരിച്ചു കളയും. 40ാമത്തെ ദിവസം അവിടുത്തെ തൗബ സ്വീകരിച്ചതായ ആയത്തിറങ്ങിയപ്പോൾ കഅബ് റളിയല്ലാഹു വീടുണ്ടായിരുന്നു ഈ മലയുടെ മുകളിലാണ്. അന്ന് ജാബിർ റളിയല്ലാഹു വാങ്ങണം. അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവർ അത് പരിഹരിച്ചിരുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം ഞങ്ങൾ കയറി വന്നപ്പോൾ അത് അള്ളാഹിൻ്റെ റസൂൽ അവിടുത്തെ കാൽപാദം തുർക്കിൽ കൊണ്ടുപോയതിൻ്റെ ബാക്കി ഭാഗം ആ സുഗന്ധമുള്ളത് എന്ന് മാത്രം. മുത്തുനബിക്ക് വെള്ളം വന്നതിൻ്റെ അടയാളവും ഈ മലയുടെ മുകളിൽ തന്നെ. മുത്തുനബി ഏകാന്തമായി കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഇപ്പം ഈ സമയത്ത് മഗ്‌രിബിൻ്റെ സമയമാണ്, അതോ റമളാൻ മാസമാണ്, അതോ ഉംറ കഴിഞ്ഞ് ഉംറ കഴിഞ്ഞൊന്നല്ല ഉംറ കഴിഞ്ഞ് വന്നവർക്കൊരു പ്രത്യേകത ഉണ്ട്. 40 ദിവസം ദുആക്ക് ഇജാബത്ത് കിട്ടുന്നവരാണ്. ഇത് നബിയുടെ സാന്നിധ്യമുണ്ടായ സ്ഥലമാണ്, ജിബ്രീൽ വന്ന സ്ഥലം, പുണ്യമാക്കപ്പെട്ട മദീനയാണ്, റമളാൻ മാസമാണ്, മഗ്‌രിബോടടുത്ത സമയമാണ്, നമ്മളെ നോമ്പുകാരാണ്. നിങ്ങൾ ഉംറ കഴിഞ്ഞ് വന്നവർ ഇവിടുന്ന് ദുആ ചെയ്താൽ അള്ളാഹു ഖബൂൽ ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞങ്ങളെല്ലാവരും ഇവിടെ വന്നു ശൈഖന്മാരെ ബർക്കത്താലേ, ഞങ്ങൾക്കുള്ള മുറാദുകളെ ഹസീനാക്കി തരണമല്ല. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഖൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുൽ മൗത്ത് അസ്റായിൽ റൂഹ് പിടിക്കാൻ വന്നിടുമ്പോൾ മൗത്തിൻ്റെ വേദന കഠിനമായാൽ ഈമാനി ഞങ്ങളിൽ ഏകിടല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഖൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.